ഒരു ചെറുപ്പക്കാരനെ പെണ്ണിട്ടാനോ തോനെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഓനെ പറ്റി നല്ലൊരു പെണ്ണിനെ കിട്ടണം എന്നുള്ള ചിന്ത ഉണ്ടാവുള്ളൂ. ലൈലത്തുൽ ഖദറും തേടി അവസാന പത്തിൽ ഇത്തികാഫിനും ഹയാത്തിനും വരുമ്പോഴും ചോദിക്കണത്, ഞാനൊരു പെണ്ണിനെ പ്രേമിക്കുന്നുണ്ട്, ഓളെ കെട്ടാൻ വേണ്ടി എനിക്ക് കിട്ടാൻ വേണ്ടി ഇത് വരുന്നവിടെ ആ രാത്രി അതിനാ തിരക്കാൻ പറയണേ. ഓരോ ഉദ്ദേശം എന്താണ്? ഇത്തികാഫിന് വന്നതാണ്. ഇതൊക്കെ എൻ്റെ അനുഭവങ്ങളാണ് ഞാനീ പറയണേ. അനുഭവം പറയണേ. പെണ്ണിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു പെരണ്ടാണെന്നേ കാരണം. പിന്നെ കുട്ടികളായി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ സ്വപ്നങ്ങൾ പിന്നെ അങ്ങോട്ട് ആ വൃത്തം വികസിച്ച് പോവുകയാണ്. പിന്നെ ആ കുട്ടികൾക്കൊക്കെ പെര വേണം, ജോലി വേണം, പിന്നെ പേരക്കുട്ടികളായി എല്ലാം പാടെ പോകണിച്ചിട്ട് ഇവിടെ ചിലരൊക്കെ ഇഞ്ഞ് ഉസ്താദ് ഇഞ്ഞ് ആക്കിപ്പത്ത് നല്ല ഈമം കിട്ടി മരിച്ചാൽ മതി എന്നൊക്കെ പറയലുണ്ട്. ഓർക്കെല്ലാം പോകണിച്ചിട്ട് ഓർക്ക് മനസ്സിലായി നടക്കില്ല. ഇവിടെ എന്തായാലും ഈ ദുനിയാവിലെല്ലാം പാടെ കഴിഞ്ഞിട്ട് മരിക്കാൻ കൂടില്ല എന്ന് ബോധ്യമായ ആളുകളാണ് ആ പറയണത്. അല്ല പുതിയ കഴിഞ്ഞ ആളുകളാണ്. ഒരു പേരക്കുട്ടിൻ്റെ ഇക്കാനാണെങ്കിൽ കാര്യം പറയുന്നത്, നിശ്ചയത്തിനാണ് എന്നോട് ഈ പറയണത്. ഏത് ഉസ്താദേ നമുക്ക് ഇഞ്ഞൊരു ഈമം കിട്ടി മരിച്ചാൽ മതി. ആ കല്യാണത്തിനോടും കൂടെ മൂപ്പർക്ക് നിർബന്ധമൊന്നുമില്ല. കാരണം മൂപ്പർക്ക് അറിയാം ഇവിടെ എല്ലാ പൂതിനും കഴിഞ്ഞിട്ട് ഇവിടെ അത് നല്ല ബോധ്യം ഒരു 10-70 വയസ്സാകുമ്പോൾ തന്നെ ഇല്ലേ? അങ്ങനെയല്ല ഉസ്താദ്? അങ്ങനെയാണ്. ഇവിടെ പറഞ്ഞില്ലേ കുട്ടികൾ, നിങ്ങളൊക്കെ മാർക്കുള്ള ചെറുക്കന്മാർ വന്നിട്ട് എന്നോട് പറഞ്ഞില്ലേ, ഇപ്പം സിനിമ രസമല്ല, ഇപ്പം മ്യൂസിക് ആസ്വദിക്കണം, ഇപ്പം രസമല്ലാതെയായി. അതാണ് രസങ്ങൾ. ആ വിനോദം ഉൾക്കൊള്ളാൻ കഴിയും. എൻ്റർടൈൻമെൻറ്റുകൾ എന്താ പറയല്, ഇപ്പം അതിനാണിപ്പോൾ ഭയങ്കര. അതൊക്കെ ഈ ഈമാൻ്റെ കമ്മ്യൂണാണൊക്കെ വരുന്നത്. ഇങ്ങോട്ട് ഇവരൊക്കെ പോകണമെങ്കിൽ മലയ്ക്കും കാട്ടുക്കൊക്കെ ആണല്ലോ. എന്നാളൊരു കുട്ടി ഒരു കാട്ട് പോണിട്ടപ്പെട്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് ഇപ്പോൾ ഒരു കുട്ടീനെ കാണാനാവും. ഇങ്ങനെ എന്താ പോലൊക്കെ ഈ കാട്ടുക്കൊക്കെയാണ് പോകുന്നത്. പെണ്ണ് ആ ഏതൊരു മലയിൽ ബാംഗ്ലൂരിൽ നിന്ന് സംഭവിച്ചതല്ലേ അല്ലേ? ഞാൻ അങ്ങനെ ഇതിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു മിന്നാട്ടം കാണുന്നതാണ്. ഇതൊക്കെ ആണെങ്കിൽ മനസ്സിലാക്കിക്കോളി. മുഅ്മിനീങ്ങൾക്കുള്ള അങ്ങനെ അതിൻ്റെ ഒന്നും ഊട്ടിക്ക് തന്നെ പോകണമെന്നൊന്നുമില്ല. ജയേഷാ ഊട്ടി തന്നെ പോയിക്കൊള്ളു. ഊട്ടി പോയപ്പോൾ എന്താ കാര്യം, ഒരു തണുപ്പ് ആസ്വദിക്കാറുണ്ട് രാവിലെ എന്നോട്. ഞാൻ പറഞ്ഞു എ സിറ്റാ പോരെ അവിടെ, എന്തിനാണ് അതിന് ഊട്ടിക്ക് പോകണത്? ഇന്ന് രാവിലെ ഞാൻ ചോദിച്ചതാണ്. ആ ആളുകളൊക്കെ ഇവിടെ ഇരിക്കേണ്ടത് തരും. പക്ഷേ എന്താ ഊട്ടി പോയിട്ട് കാര്യം എന്ന് ചോദിച്ചു. പോയിക്കോളിട്ടോ, ഞാൻ അതിനല്ല പറയണത്. പോകുമ്പോൾ അതിൻ്റെ ചിട്ടകളൊക്കെ പാലിക്കണം, അതൊക്കെ ആസ്വദിക്കാം. ഇൻഷാ അല്ലാഹ് എൻ്റെ ടൈം കഴിഞ്ഞുകൊണ്ട് നമ്മൾ തുടരും എന്നോട് നിർത്തുക ആ ചർച്ച. നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ വിഷയം എവിടെ എത്തിയിട്ടില്ല.